രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തി ക്രൈംബ്രാഞ്ച്. രാഹുൽ അശ്ലീല സന്ദേശം അയച്ചെന്ന് വെളിപ്പെടുത്തിയ നടിയാണ് മൊഴി നൽകിയിരിക്കുന്നത്. രാഹുൽ അയച്ച സന്ദേശങ്ങളുടെ പകർപ്പ് കൈമാറിയിട്ടുണ്ട്. ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. റോഷിപാൽ വിവരങ്ങൾ നൽകും. റോഷിപാൽ, ഇപ്പോൾ ഈ യുവനടിയുടെ വെളിപ്പെടുത്തലിലാണ് രാഹുലിനെതിരായ ആരോപണങ്ങൾ ഒന്നിനു പിറകായി വേറെയും ആരോപണങ്ങൾ വന്നത്. ഇപ്പോൾ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ലൈംഗിക അതിക്രമ കേസിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം ഈ നടിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ പരാതിക്കാരായ 11 പേരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും മൊഴി ഇതുവരെ രേഖപ്പെടുത്തുന്നത് പൂർത്തിയായിട്ടില്ല. ആദ്യഘട്ടത്തിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘം പ്രാധാന്യം നൽകിയത്. അങ്ങനെ തെളിവുകൾ ശേഖരിക്കുന്ന ഒരു ഭാഗത്ത് നടക്കുന്നു. അതിനൊപ്പം തന്നെ ഇരകളായ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമവുമുണ്ട്. അങ്ങനെയാണ് ഈ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഈ പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല സന്ദേശം അയച്ചു എന്നായിരുന്നു വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെയാണ് മറ്റ് ഇരകളായ പെൺകുട്ടികൾ അവരുടെ സന്ദേശങ്ങളും അവരുടെ വെളിപ്പെടുത്തലുകളും ഒക്കെ പുറത്തു വന്നത്. ഏതായാലും ഗൗരവത്തോടെ തന്നെയാണ് ആ മൊഴി രേഖപ്പെടുത്തുകയും അത് സംബന്ധിച്ച തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തത്. ഏതായാലും നേരത്തെ തന്നെ ആ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ തന്നെ ആ യുവനടി ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ താൻ സന്നദ്ധയല്ല എന്ന് പറഞ്ഞിരുന്നു. സമാനമായ നിലപാടിൽ തന്നെയാണ് നടി ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും മൊഴിയുടെ വിശദാംശങ്ങൾ ലഭ്യമായില്ല. എന്നാൽ പോലും ആദ്യഘട്ടത്തിൽ മൊഴി രേഖപ്പെടുത്തി. ഇനി ഒരുപക്ഷെ 164 കൂടി എടുക്കേണ്ടി വരും. അതിനുശേഷമാകും മറ്റു നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. റോഷിപാൽ, പരാതിയില്ല എന്നുള്ള മൊഴിയാണ് എങ്കിൽ ക്രൈംബ്രാഞ്ചിന് യുവനടിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാകുമോ സാങ്കേതികമായി? നേരത്തെ തന്നെ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ യുവനടി പറഞ്ഞിരുന്നു താൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുഖം വലിച്ചു കീറുക എന്ന ലക്ഷ്യം മാത്രമാണ്. സമൂഹത്തിൽ ഇനി മറ്റൊരു പെൺകുട്ടിക്കും സമാനമായ അനുഭവം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്ന് മാത്രം. പരാതി തനിക്കില്ല, പരാതിയുമായി താൻ മുന്നോട്ട് പോകില്ല എന്ന് അന്ന് തന്നെ ഈ യുവനടി പറഞ്ഞതാണ്. തൊട്ടുപിറ്റേന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും സമാനമായ നിലപാട് ആവർത്തിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ യുവനടി പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് അന്വേഷണ സംഘം പ്രതീക്ഷിച്ചില്ല. പക്ഷേ വെളിപ്പെടുത്തൽ നടത്തിയ ഒരു സാഹചര്യത്തിലാണ് ആ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഇനി സ്വാഭാവികമായും രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തും. അതിനുശേഷമാകും മറ്റു നടപടികളിലേക്ക് കടക്കുക. ഏതായാലും അതിനപ്പുറത്തേക്ക് മറ്റ് കേസുകളാണ്. ലൈംഗിക അതിക്രമത്തിന് ഇരയായ വെളിപ്പെടുത്തൽ നടത്തിയ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വന്ന പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളുടെ മൊഴികൾക്കാണ് ഏറ്റവും പ്രാധാന്യം. അവർ മൊഴി നൽകി കഴിഞ്ഞാലാണ് കടുത്ത വകുപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തുക. മറ്റു പെൺകുട്ടികളുടെ മൊഴിയെടുക്കലിലേക്ക് വളരെ വേഗം തന്നെ ക്രൈംബ്രാഞ്ച് നീങ്ങുമോ? എന്താണ് സൂചന റോഷിപാൽ? സ്മൃതി, ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ക്രൈംബ്രാഞ്ച് കൈമാറുന്നില്ല. കാരണം ക്രൈംബ്രാഞ്ച് IG സ്പർജൻ കുമാറിന്റെ മേൽനോട്ടത്തിൽ ADGP H വെങ്കടേഷ് അടക്കം വളരെ ഗൗരവത്തോടെ നിരീക്ഷിക്കുകയാണ്. കാരണം സംസ്ഥാനത്ത് ഇതുവരെ ഇല്ലാത്ത, ചരിത്രത്തിലില്ലാത്ത തരത്തിൽ ഒരു ജനപ്രതിനിധി കൂടുതൽ പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്ന വെളിപ്പെടുത്തൽ, അത് സംബന്ധിച്ച തെളിവുകളൊക്കെ വന്ന പശ്ചാത്തലത്തിൽ വളരെ സെൻസിറ്റീവായാണ് ഈ കേസിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്ന കർശന നിർദ്ദേശവുമുണ്ട്. പക്ഷേ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന ചില സൂചനകൾ. മൊഴിയിലേക്ക് എത്തണമെങ്കിൽ ഇനിയും പ്രധാനപ്പെട്ട പരാതിക്കാരുടെ ചില മൊഴി ശേഖരിക്കാനുണ്ട്. അതിനപ്പുറത്തേക്ക് ബംഗളൂരുവിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ രേഖ കൂടി കണ്ടെത്താനുണ്ട്. അത് സംബന്ധിച്ച അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി കടക്കുന്നുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇത് സംബന്ധിച്ച ചില ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം മാത്രമായിരിക്കും ഈ ഗർഭചിത്രത്തിന് ഇരയായ പെൺകുട്ടി അടക്കമുള്ള മറ്റു പീഡനത്തിന് ഇരയായ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുക. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.